നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നവജാത ശിശുവിന്റെ മൃതദേഹം. സുരക്ഷാ ജീവനക്കാരാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗ് കണ്ടെത്തിയത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിൽ വ്യാപക അഴിമതിയെന്ന പരാതി. UDF അംഗങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്ന് 356 വിവാഹങ്ങൾ. 400 വിവാഹങ്ങൾ വരെ നടത്താനുള്ള ക്രമീകരണം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. സുരക്ഷാ ജീവനക്കാരാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗ് കണ്ടെത്തിയത്. തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. ജനിച്ച ഒരു ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹമാണിതെന്നാണ് സംശയം. ആരാണ് മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ മേൽപ്പാലത്തിൽ 2 ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനിലെ 1ാമത്തെയും 2ാമത്തെയും പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുണിയിൽ പൊതിഞ്ഞ് ബാഗിലാക്കി കൊണ്ടുവന്ന് ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ആദ്യം മൃതദേഹം കണ്ടത്. വിശദമായ പരിശോധനയിൽ 2 ദിവസത്തോളം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി വരികയാണ്. അതിനിടയിലാണ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് രക്തക്കറ പുരണ്ട സ്ത്രീയുടെ വസ്ത്രങ്ങൾ ലഭിച്ചത്. ഇതോടെ ഈ വേസ്റ്റ് ബിന്നിന് സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. കുഞ്ഞിനെ പ്രസവിച്ചത് ആശുപത്രിയിലാണെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ. ഇതോടെ തൃശൂർ നഗരത്തിലെ ആശുപത്രികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഉപേക്ഷിച്ചതാണോ അതോ ജീവനോടെ ഉപേക്ഷിച്ചതിനു ശേഷം പിന്നീട് മരണപ്പെട്ടതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിൽ വ്യാപക അഴിമതിയെന്ന പരാതി. UDF അംഗങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് UDF പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മുൻ അക്കൗണ്ടന്റ് CPM സഹചാരിയായ ദിവ്യ പ്രസാദ് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെയാണ് പരാതിയുമായി UDF രംഗത്ത് വന്നിട്ടുള്ളത്. 2023 ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ കൃത്രിമം കാണിക്കുകയും പൊതുപണം വലിയ സംഖ്യ കൈവശപ്പെടുത്തുകയും ചെയ്തതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. ഓണച്ചന്ത സംഘാടക സമിതി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് 9 മാസത്തിനു ശേഷം സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള 1 ലക്ഷം രൂപ ഇവർ കൈപ്പറ്റിയതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ UDF മെമ്പർമാർ പ്രതിഷേധിച്ചിരുന്നു. അടിക്കടി പഞ്ചായത്തിലെ LDF ഭരണസമിതി നടത്തുന്ന അഴിമതികൾ പുറത്തുവരികയാണ്. മുൻപ് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെയും സമാനമായ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് UDF പാർലമെന്ററി പാർട്ടി യോഗം ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്ന് 356 വിവാഹങ്ങൾ. രാവിലെ 4 മണിക്ക് വിവാഹങ്ങൾ ആരംഭിച്ചു. അതേസമയം ബുക്കിംഗ് തുടരുന്നുവെന്നും 400 വിവാഹങ്ങൾ വരെ നടത്താനുള്ള ക്രമീകരണം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കി. ചിങ്ങമാസത്തിലെ ഓണത്തിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയും ചോതി നക്ഷത്രവും ഒരുമിച്ച് വന്നതിനാലാണ് ഇന്ന് ഇത്രയധികം വിവാഹങ്ങൾ തീരുമാനിച്ചത്. മുൻമന്ത്രി VS സുനിൽകുമാറിന്റെ സഹോദരിയുടെ മകളുടെ വിവാഹമാണ് പുലർച്ചെ നടന്ന വിവാഹങ്ങളിലൊന്ന്. പുലർച്ചെ 6 വരെ 80ഓളം വിവാഹങ്ങൾ നടന്നു. ഓരോ വിവാഹ സംഘത്തിനുമൊപ്പം 4 ഫോട്ടോ വീഡിയോഗ്രാഫർമാർ അടക്കം 24 പേർക്ക് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 150ഓളം പോലീസുകാരെയും 100 ക്ഷേത്രം ജീവനക്കാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ 6 മണ്ഡപങ്ങളിലായാണ് വിവാഹങ്ങൾ നടക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. NSS പറവൂർ ടൗൺ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻ വ്യവസായ പ്രമുഖനും കരയോഗം മുൻ പ്രസിഡന്റുമായിരുന്ന 102 വയസ്സുള്ള SP നായരെയും ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി ലീലയെയും ആദരിച്ചു. കരയോഗം ഹാളിൽ നടന്ന ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് V ബാലചന്ദ്രൻ അധ്യക്ഷനായി. SP നായർ, സെക്രട്ടറി അഡ്വക്കേറ്റ് അജയകുമാർ, കരയോഗം വൈസ് പ്രസിഡന്റ് കൃഷ്ണപിള്ള, NSS വനിതാ സമാജം പ്രസിഡന്റ് വത്സല പ്രസന്നകുമാർ, കമ്മിറ്റി അംഗം വിജയകുമാർ എന്നിവർ സംസാരിച്ചു. അവർ വെളിയിൽ ജോലി കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് വ്യവസായം നടത്തുന്നത്.
ആ ഫസ്റ്റ് എനിക്ക് കുറവുണ്ടായിരുന്നു. അതാണ് ഞങ്ങളെത്തി. എന്താ ചോദിച്ചാൽ അതിന് ശരിയായ ഉത്തരം ഇമേജിൽ പറയാൻ പറ്റില്ല. ചതുരംഗക്കളത്തിൽ പിഴയ്ക്കാത്ത കരുനീക്കങ്ങളുമായി കല്യാണി സീരിൻ സുവർണ നേട്ടവുമായി മുന്നേറുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഈ 14 വയസ്സുകാരി ശ്രീലങ്കയിൽ നടന്ന കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയായി കഴിഞ്ഞു. അണ്ടർ 20 ഗേൾസ് സ്റ്റാൻഡേർഡ്, അണ്ടർ 20 ഗേൾസ് ബ്ലിറ്റ്സ്, വുമൺസ് റാപ്പിഡ് എന്നീ ഇനങ്ങളിലാണ് കല്യാണി ജേതാവായത്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും പുല്ലൂറ്റൻ നായ്ക്കുളം വട്ടപ്പറമ്പിൽ സരിൻ ധന്യ ദമ്പതികളുടെ മകളുമായ കല്യാണിയുടെ ഫിഡെ റേറ്റിംഗിൽ 2221 ഫിഡെ റേറ്റിംഗ് പ്രകാരം 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ ലോകത്ത് 4ാം സ്ഥാനവും ഇന്ത്യയിൽ 2ാം സ്ഥാനവും കല്യാണിക്കാണ്. വുമൺസ് ഫിഡെ മാസ്റ്റർ പട്ടവും ഇതിനകം കല്യാണി നേടിക്കഴിഞ്ഞു. അയൽവാസിയായ ചേട്ടന്മാർ ചെസ് കളിക്കുന്നത് കണ്ടാണ് കല്യാണിക്ക് കരുനീക്കത്തിൽ താൽപ്പര്യം ജനിച്ചത്. മകളുടെ ഇഷ്ടം കണ്ടറിഞ്ഞ മാതാപിതാക്കൾ പ്രോത്സാഹനവുമായി ഒപ്പം നിന്നതോടെ കല്യാണി ചതുരംഗക്കളിയിൽ പുതിയ താരമായി മാറുകയായിരുന്നു. രഘുനാഥൻ മേനോൻ, EP നിർമ്മൽ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ കല്യാണിയെ കരുനീക്കങ്ങൾ പരിശീലിപ്പിച്ചത്. ഇന്ത്യയുടെ 58ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ GA സ്റ്റാനിയുടെ കീഴിലാണ് നിലവിൽ കല്യാണി പരിശീലിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ കിരീടം സ്വപ്നം കാണുന്ന കല്യാണി പിഴയ്ക്കാത്ത കരുനീക്കങ്ങളിലൂടെ വിജയപാതയിലേക്ക് മുന്നേറുകയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ മുൻ ചെയർമാനും CPI നേതാവുമായിരുന്ന VK ഗോപിയുടെ പൗത്രിയാണ് കല്യാണി സിരി. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് മാതാപിതാക്കൾ കല്യാണിയെ മത്സരങ്ങൾക്കായി ഒരുക്കുന്നത്. വേണ്ടത്ര പിന്തുണ ലഭിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ ഈ മിടുക്കിക്ക് കഴിയുമെന്നത് ഉറപ്പാണ്. സ്വീകരണമുറിയിലെ ചെസ് ബോർഡിൽ നിന്ന് തുടങ്ങിയ കല്യാണിയുടെ യാത്ര കോമൺവെൽത്തിലെത്തി നിൽക്കുമ്പോൾ അരിഞ്ഞു വീഴ്ത്താൻ കളത്തിൽ കരുക്കൾ ഇനിയും ഏറെയുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് കളിക്കാൻ പോണത്. നല്ല സ്ട്രോങ് ഇവൻ്റ് ആയിരുന്നു. അതിൽ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അണ്ടർ 20 ഗേൾസിൽ എനിക്ക് ബ്ലിറ്റ്സിൽ ഫസ്റ്റ് കിട്ടി. അണ്ടർ 20 ക്ലാസിക്കലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ റാപ്പിഡ് പോർഷനിൽ എനിക്ക് വുമൻസിൽ ഫസ്റ്റ് കിട്ടി. നല്ല ഇതായിരുന്നു. എനിക്ക് നല്ല ഗെയിംസ് കളിക്കാൻ പറ്റി. നല്ല സ്ട്രോങ് ഒപ്പോണൻസ് ആയിരുന്നു. അവരെയൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റി. ഒരു മൊത്തത്തിൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സ്റ്റാർട്ട് അത്ര നന്നായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് റൗണ്ട് തന്നെ ഞാൻ തോറ്റു. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അപ്പോഴും കളികൾ ജയിച്ച് എനിക്ക് സ്ട്രോങ് പ്ലേയേഴ്സിനെ കിട്ടി. ചെറുപ്പത്തിൽ എൻ്റെ നെയ്ബേഴ്സ് കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ തുടങ്ങി. 9ാമത്തെ വയസ്സിലാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അപൂർവ സംഗമം. തിരുമുക്കുളം സംഘടനാ പ്രവർത്തകരും എളന്തിക്കര കിഴൂപ്പാടം ബ്രദേഴ്സും സംയുക്തമായി കാരുണ്യത്തിൽ ഓണസമ്മാനം സംഘടിപ്പിച്ചു. ഇളന്തിക്കര ജംഗ്ഷനിൽ നടന്ന യോഗം ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനത് പണ്ട് ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ വായിച്ചതാണ്. നിങ്ങളുടെ നാട്ടിൽ, വീട്ടിലല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവൻ്റെ കണ്ണുനീർ നിലത്ത് വീണാൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ വീഴുന്നതിന് തുല്യമായിരിക്കും. കാരണം അവൻ്റെ ഒരു പുഞ്ചിരി നിങ്ങളുടെ ജീവിതത്തിൽ സുഖങ്ങൾ കൊണ്ടുവരും. ഇത് നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണണം. കാരണം എല്ലാ സുഖങ്ങൾ കൂടെ ജനിച്ചതും ജീവിക്കുന്നതുമായിട്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ലോകത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പല സുഖങ്ങളും നമുക്ക് തന്നിരിക്കുന്നത് ഭിന്നശേഷിയുള്ള ആളുകളാണെന്ന് നമ്മൾ മറക്കരുത്. കീഴുപ്പാടം സദ്ബുദ്ധിമാതാ പള്ളി വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി സന്ദേശം നൽകി. സിബി മോഹനൻ ചൂളക്കൽ, ജിൻസൺ പടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 50 ഭവനങ്ങളിലേക്ക് സന്ദേശയാത്രയും സ്നേഹസമ്മാനവും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നവജാത ശിശുവിന്റെ മൃതദേഹം. സുരക്ഷാ ജീവനക്കാരാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബാഗ് കണ്ടെത്തിയത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയിൽ വ്യാപക അഴിമതിയെന്ന പരാതി. UDF അംഗങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്.
ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്ന് 356 വിവാഹങ്ങൾ, 400 വിവാഹങ്ങൾ വരെ നടത്താനുള്ള ക്രമീകരണം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.